സ്വാഗതം സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ബർജർ ഹോം പെയിന്റ്സ് ആൻഡ് കോൾഗേറ്റ് പ്രസൻസ് ബിഗ് ബോസ് സീസൺ 2 ഹാർദകമായ സ്വാഗതം. അങ്ങനെ രണ്ടാം ആഴ്ചയും പൂർത്തീകരിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ 2 ഷോ മുന്നോട്ട് തന്നെ. ഇന്നിവിടെ രണ്ടാമത്തെ എവിക്ഷൻ പ്രോസസ് നടക്കും. ആരായിരിക്കും വീടിനോട് വിട പറയുന്ന ആ രണ്ടാമത്തെ മത്സരാർത്ഥി? അതിനു മുമ്പ് അകത്തേക്ക് ചെന്ന് അവരെ ഒന്ന് കാണാം. വരും. സ്വാഗതം സ്വാഗതം. നിങ്ങളെ ഞാൻ വീണ്ടും കാണാൻ എത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ രണ്ടാമത്തെ എവിക്ഷൻ പ്രോസസ് കഴിഞ്ഞ ആഴ്ച വളരെ അതിമനോഹരമായി തന്നെ മുന്നോട്ട് പോയി. എന്താണെന്നറിയില്ല, ഈ സീസൺ തുടങ്ങിയ ശേഷം ഇതുവരെ ഒരു വഴക്കോ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വഴക്കുകൾ ഉണ്ടായിക്കോളൂ, അത് മാന്യമായ രീതിയിൽ നിങ്ങളുടെ വായ കൊണ്ട് മാത്രം നിങ്ങൾ വഴക്കുണ്ടായിക്കോളൂ. പക്ഷെ ഇതിൽ ആരും വഴക്കുണ്ടാക്കുന്നില്ല. അവിടെ സ്റ്റാർട്ട്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച കൂട്ടത്തെല്ലാം ഉണ്ടാട്ടോ എല്ലാവരും. അത് ഞാൻ ഇപ്പോഴേ തന്നെ പറയുകയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയില് ഓർമ്മ വന്നു, നമ്മുടെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ബിഗ് ബോസ് ഷോയിനുള്ളിൽ ഒരു സിനിമ പ്രൊമോഷൻ ചെയ്തു അല്ലേ? അതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. വളരെ നല്ല ചിത്രമാണ്. അടുത്ത മാസം 18-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതും ഇവിടെ വന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ എവിക്ഷനിലേക്ക് കിടക്കാം. നോമിനേഷനിലുള്ളവരൊക്കെ ഒന്ന് എണീറ്റോളൂ. ഓക്കെ, സേവ്ഡ് ആയ ആൾക്കാരെ ഒന്നും ഞാൻ പറയുന്നില്ല, മറിച്ച് എവിക്റ്റഡ് ആയ ആ ഒരു മത്സരാർത്ഥിയെ മാത്രം വിളിക്കാം. ആ മത്സരാർത്ഥിയെ ഒഴിച്ച് ബാക്കി നോമിനേഷനിലുള്ള എല്ലാവരും സേവ്ഡ് ആയിരിക്കും. ഓക്കെ, പ്രേക്ഷക വിധി പ്രകാരം എൻ്റെ കയ്യിൽ കാർഡൊക്കെ എത്തിയിട്ടുണ്ട്. പ്രേക്ഷക വിധി പ്രകാരം രണ്ടാം ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സിലൂടെ ബിഗ് ബോസ് സീസൺ 2 ഷോയിനോട് വിട പറയുന്ന ആ മത്സരാർത്ഥി വേറെ ആരുമല്ല, ചോട്ടാ ഭീമാണ്. ചോട്ടാ ഭീം, എല്ലാവരോടും യാത്ര പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരാം. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, സമാനതകളില്ലാത്ത പോരാട്ട വേദിയാണ് ബിഗ് ബോസ് ഷോ. ഈ ബിഗ് ബോസ് ഷോ ആഴ്ചകൾ മുന്നോട്ട് പോകും തോറും ഓരോ എവിക്ഷനിലൂടെ ഓരോ മത്സരാർത്ഥികൾ നിങ്ങൾ പ്രേക്ഷക വിധി പ്രകാരം പുറത്തേക്ക് പോകും. അങ്ങനെ നിങ്ങൾ പ്രേക്ഷക വിധി പ്രകാരം പുറത്തേക്ക് വരികയാണ് ചോട്ടാ ഭീം. ചോട്ടാ ഭീം, ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊരു ഷോയാണ്. അത് അതിന്റെ രീതിയിൽ കണ്ടാൽ മാത്രം മതി. എന്തായാലും 10 ദിവസം നിങ്ങൾ ആ വീട്ടിൽ നിന്നു, നന്നായി നിങ്ങൾ ഗെയിം കളിച്ചു. പക്ഷേ പ്രേക്ഷക വിധി ഇതാണ്. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആസ് എ ഫോൾ ചോട്ടാ ഭീം എന്ന നിലയിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് നന്ദി. 10 ദിവസമാണെങ്കിൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ബിഗ് ബോസ് ഷോയിൽ നിർത്തിയ എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി. ഞാൻ ഈ ആഴ്ച ഈ ഒരു എവിക്ഷനിലൂടെ പുറത്തു പോകുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ നടന്നു. എനിക്കൊട്ടും തന്നെ വിഷമമില്ല. ഓക്കെ, എങ്കിൽ താങ്കൾക്ക് പോകാനുള്ള വഴിയാണ് അത്. പോകാം. നമുക്കിനി അടുത്ത ആഴ്ച കാണാം.